ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ച് ചാപ്സ് ഉണ്ടാക്കിയാലോ. അത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കിക്കോട്ടോ. അതിനൊരു പാൻ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കണം കേട്ടോ. ആദ്യമേ സവാള വഴറ്റിക്കൊണ്ടിരിക്കുക. ഇനി അതിന് വേണ്ട സാധനങ്ങൾ, സവാള ഒരുമാതിരി മുരിഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞിടണം. പിന്നെ കുറച്ച് എന്താ പറയുക, തക്കാളി ഇടണം. തക്കാളി അരിഞ്ഞിടണം. നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. കൊഞ്ചാദ്യമേ നമ്മൾ വേവിച്ച് വെക്കണം കേട്ടോ. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ കൊഞ്ച് കുക്ക് ചെയ്ത് വെച്ചിരിക്കണം. അതിന് നമ്മൾ ചാപ്പാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മളിങ്ങനെ വഴഞ്ഞ് വരുമ്പോൾ തക്കാളി ക്യാപ്സിക്കം ഒന്ന് വരണ്ടോട്ടെ കേട്ടോ. ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാറിയാൽ മതി. കേട്ടോ. ഇനി അടുത്തത് കുറച്ച് പുതിനയിലിടണം. പുതിനയുടെ മറച്ചാണ് ചാപ്സിനൊക്കെ കേട്ടോ. പുതിന ഇടണം. നല്ല അപ്പം അതിൻ്റെ ഒരു സ്വാദൊക്കെ വരുമ്പോൾ. പിന്നെ കുറച്ച് കറിവേപ്പില ഇടണം. കുക്കായിക്കോട്ടെ കേട്ടോ. അതിന് വേണ്ട പൊടികളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ഞാൻ അതിലിട്ട് വേവിച്ചതാണ്. പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും മതി. കുരുമുളക് പൊടിയാണ് ഇതിന് മെയിനായിട്ട് കേട്ടോ. പെപ്പറാണ് മെയിനായിട്ട്. ചാപ്പിൻ്റെ മെയിൻ ടിസ്റ്റ് പെപ്പറാണ്. ഇതൊന്ന് വഴറ്റി വന്നിട്ട് നമ്മൾ ഈ പൊടിയും കൂടെ ഇട്ട്, പൊടി ഞാൻ എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കണം. ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി, അത് കുറച്ച് ഒരു സ്പൂൺ മതി കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അധികം ഇടാം. പാകത്തിനിട്ടുണ്ട്. പിന്നെ ഉപ്പും പെപ്പറും ഇട്ട് നമ്മൾ കൊഞ്ച് വേവിച്ച് കുക്ക് ചെയ്ത് വെച്ചിരിക്കണതാണ്. ഈ പൊടിയും കൂടെ ഇട്ട് അങ്ങനെ ഇതാക്കിയാൽ മതി. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ അതിലോട്ട് ഇട്ട് വഴറ്റിയെടുക്കണം. ഈ പച്ചപ്പ് മാറിയാൽ മതി കേട്ടോ. മസാലപ്പൊടി, ഗരം മസാലയാണ് നല്ലത്. ഈ ചാപ്സിനൊക്കെ എപ്പോഴും നമ്മൾ ബീഫ് ചാപ്സ് ഉണ്ടാക്കൂലേ, അതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്. സെയിം തന്നെ കോംബോയാണ് കേട്ടോ. ഗരം മസാലയാണ് മെയിനായിട്ട് വേണ്ടത്. ഇത് വഴന്ന് വരുമ്പോൾ മതിയായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ. അത് കൊഞ്ചിന് വെള്ളം ഉണ്ടെങ്കിൽ ഒഴിക്കണ്ട. ഇതിപ്പോൾ വെള്ളം ഇല്ലാത്തത് ഞാൻ കൊഞ്ച് 2 കൂട്ടം കറി ഉണ്ടാക്കാൻ ഒരുമിച്ച് പുഴുങ്ങി വെക്കാം കേട്ടോ. കൊഞ്ച് മുരിങ്ങാക്കോലും മാങ്ങയും ഇട്ട് തേങ്ങ അരച്ച് വയ്ക്കും. അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാണ്. അത് പണ്ടത്തെ കറിയാണ്. ഇപ്പോഴും തേങ്ങ അരച്ച് കടുക് പൊട്ടിച്ച് അത് വേറൊരു കറി. കൊഞ്ചിൻ്റെ കൂടെ മാങ്ങ, മുരിങ്ങാക്കോല്, പിന്നെ കൊഞ്ചും കൂടെ ഇട്ട് തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ച് നമ്മൾ കലക്കി ഇതിൻ്റെ കൂടെ ചാറുകറിയായിട്ട് അതിന് ഞാൻ മാറ്റി വെച്ചിരിക്കുക. അത് മാങ്ങയുടെ പുളി പോകാനായിട്ട് മാറ്റി വെച്ചിരിക്കുക. അത് ചാറുകറിക്കാട്ടോ. മുരിങ്ങക്കായും മാങ്ങയും എന്താ പറയുക, പിന്നെ കൊഞ്ചും കൂടി തേങ്ങ അരച്ച് ചാറുകറി. ഇത് കടുക് പൊട്ടിക്കണം. കടുക് താളിച്ചിങ്ങനെ ഇടണം. ചോറിന് ബെസ്റ്റ്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ സുഖമാട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ചാപ്സിൻ്റെ കൂടെ അതും കൂടി കഴിക്കാം നമുക്ക്. പിന്നെ ഒരു മോരുകറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം. ആണ് കൊഞ്ച് ചാപ്സ്. ഇത്രേ ഉള്ളു പണി. നമ്മൾ കൊഞ്ച് അതിലോട്ട് ഇടണം. പുഴുങ്ങി വെച്ച കൊഞ്ച് കേട്ടോ. കൊഞ്ച് അതിലോട്ടിടണം. കൊഞ്ച് ചാപ്സ് എരിവ് അപ്പം നമുക്ക്
അധികം വേണ്ടവർക്ക് അധികം ഇടാം കേട്ടോ. ഞാൻ കുറച്ച് എരിവ് ഇട്ടിട്ടുള്ളൂ. കൂടുതൽ കുരുമുളകാണ്, പെപ്പർ പൗഡറാണ് ഞാൻ കൂടുതൽ ഇട്ടേക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അറിയാമല്ലോ, അതൊക്കെ മസ്റ്റ്. അത് നമ്മൾ ആ പുഴുങ്ങുമ്പോൾ അതിനകത്തേക്ക് ചതച്ചിട്ടാൽ മതി. കൊഞ്ചും പുഴുങ്ങൂലേ, അപ്പം ചതച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് അതിനകത്ത് ഇടണം. ഉള്ളതാണ് കൊഞ്ച് ചാപ്സ്. കൊഞ്ച് ചാപ്സ് ഹോട്ടലിലൊക്കെ ഒരു കറിക്ക് ഭയങ്കര പ്രൈസാട്ടോ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴുള്ള പിള്ളേരൊക്കെ ഫോണിൽ ടച്ച് ചെയ്താൽ കൊഞ്ച് ചാപ്സ്, കൊഞ്ച് ഫ്രൈ എല്ലാം വീട്ടിൽ വരും. ഇത് പൊറോട്ടയോടുള്ള കഴിക്കാനും നമുക്ക് ചപ്പാത്തിയോ കുപ്പൂസ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനൊക്കെ ബെസ്റ്റ് കറിയാണ് കൊഞ്ചാനുള്ള മണം കേട്ടോ, അസാധ്യ മണം. മസാല എല്ലാം അങ്ങ് പിടിച്ച് വരിക. ഒന്ന് കുറുകി വന്നോ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, ടേസ്റ്റ് ഒക്കെ ശരിയായെന്ന് നോക്കാം. ഇത്തിരി ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പം ഞാനിട്ട് പുഴുങ്ങിയതാണ്, എന്നാലും ഇച്ചിരി കുറവുണ്ട്. കൊഞ്ച് ചാപ്സ് റെഡി. ഇനി ഒരു വേപ്പിലയും എല്ലാവരും ഫ്രൈ ചെയ്യണം, കൊഞ്ച് കറി ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. പിള്ളേരൊക്കെ മമ്മിമാരോട് പറയണം കൊഞ്ച് ചാപ്സ് ഉണ്ടാക്കി തരാൻ പറയണം കേട്ടോ. ഓക്കെ, അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ബായ്. അതാണ് കൊഞ്ച് ചാപ്സ്. എല്ലാവർക്കും ബായ്. വീണ്ടും പുതിയ വീഡിയോയിലേക്ക് വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.